ഒരാൾ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെങ്കിൽ അവർ ആ സമയത്തുള്ള ആ വിഷമങ്ങൾ മുഴുവൻ ആ വീട്ടിൽ തളം കെട്ടിക്കിടക്കും. ഇത് 41 ദിവസം കൊണ്ടാണ് ഈ ധനഞ്ജയൻ നമ്മുടെ ആ ഒരു ഏരിയ വിട്ട് പോവുക എന്നാണ് പറയുന്നത്. ഈ ദുർമരണം ഉണ്ടായ സ്ഥലത്തുള്ള ആൾക്കാർക്ക് അവരുടെ പോലത്തെ ചില ചെയ്തികളൊക്കെ വരിക, അതായത് ഇപ്പം വയസ്സായിട്ടുള്ള ആൾക്കാരെ പോലെ സംസാരിക്കുക എന്നൊക്കെ പറയുമല്ലോ, അവരുടേതായിട്ടുള്ള ചില ആക്ഷൻസ് കാണിക്കുക, അവരുടെ ഒച്ചയിൽ സംസാരിക്കുക. ഇപ്പം ചില തറവാടുകളിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ, ഒരുപാട് തവണ പ്രേത വേർപാട് ചെയ്യും. ഈ വെള്ളി പ്രതിമയിലേക്കൊക്കെ ആവാഹിച്ചിട്ട് നമ്മൾ ഓരോ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക, എന്നിട്ട് വീണ്ടും നോക്കുമ്പോൾ വീണ്ടും പ്രേത ദുരിതങ്ങളെ കാണാൻ തുടങ്ങും. പക്ഷേ ഈ ദേവതയുടെ പ്രാണൻ അവിടെ ബുദ്ധിമുട്ടിലിരിക്കും തോറും എത്ര വേർപാടുകൾ ചെയ്താലും, അതാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ മുമ്പൊക്കെ പറഞ്ഞല്ലോ, ഈ തറവാടുകളിലൊക്കെ പ്രേത വേർപാട് ചെയ്ത് ആൾക്കാർ മുടിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. ജെന്യുവിൻലി ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ട് പ്രശ്നങ്ങളായിട്ട് തുള്ളുന്ന ആൾക്കാരും വൈബ്രേഷൻ ആവുന്ന ആൾക്കാരും ഉണ്ട്. വെറുതെ ആക്ഷൻ കാണിക്കുന്ന ആൾക്കാരും ഉണ്ട്. ബാധാദോഷങ്ങൾ, അതായത് നമ്മൾ പലപ്പോഴും ഒരാൾ ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോവുകയാണ്. അപ്പോൾ അവർ പറയും നിങ്ങളുടെ വീട്ടിൽ ബാധാദോഷമുണ്ട്. അപ്പോൾ ആ വീട്ടുകാരെ ഏതെങ്കിലും പൂജാരിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള തന്ത്രശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ആരെങ്കിലും വീട്ടിലേക്ക് വിളിച്ച് ആ ബാധയെ ഒഴിപ്പിച്ച് കൊണ്ടുപോകുന്നു. പിന്നീട് നോക്കുമ്പോഴും, അതായത് ആ ഒഴിപ്പിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് ചിലപ്പോൾ ബാധ പോയി കാണുമെന്നായിരിക്കും അവർ പറയുന്നത്. പക്ഷെ പിന്നീട് നോക്കുമ്പോഴും ഈ ബാധാദോഷം അവിടെ തന്നെ ഉണ്ടാക്കും, അല്ലെങ്കിൽ ആ ബാധകൾ അവിടെ തന്നെ ഉണ്ടാകും. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബാധകൾ ഒഴിഞ്ഞു പോകാത്തത്? അതായത് ഇപ്പം നമ്മുടെ അടുത്ത് ഇപ്പോൾ വരുന്ന പല ആൾക്കാർക്കും ഉണ്ടായ ചില അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഈ ചില ആൾക്കാർ ഇപ്പോൾ സൂയിസൈഡ് ചെയ്തിട്ടുള്ള വീടുകളൊക്കെ ഉണ്ടാവും. അപ്പം ദുർമരണം എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പോൾ ഈ ദുർമരണം ഉണ്ടായ സ്ഥലത്തുള്ള ആൾക്കാർക്ക് അവരുടെ പോലത്തെ ചില ചെയ്തികളൊക്കെ വരിക, അതായത് ഇപ്പം വയസ്സായിട്ടുള്ള ആൾക്കാരെ പോലെ സംസാരിക്കുക എന്നൊക്കെ പറയുമല്ലോ, അവരുടേതായിട്ടുള്ള ചില ആക്ഷൻസ് കാണിക്കുക, അവരുടെ ഒച്ചയിൽ സംസാരിക്കുക. ഇപ്പം നമ്മൾ ചിലപ്പോൾ ഈ വേർപാട് പോലത്തെ കാര്യങ്ങൾ, ഈ പ്രേതാവാഹനത്തിനൊക്കെ പോകുമ്പോൾ ഇവർ കിടന്ന് വൈബ്രേറ്റ് ചെയ്യും, ഇവർ ഭയങ്കരമായിട്ട് പറയ്ക്കും, എന്നിട്ട് അവരുടെ ഒച്ചയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ നടന്നിട്ടുള്ള ഒരു അനുഭവമുണ്ട്. ഒരു സ്ത്രീയായിരുന്നു പുള്ളിക്കാരത്തി, പുരുഷൻ്റെ സൗണ്ടിൽ, അതായത് പുള്ളിക്കാരത്തിയുടെ അച്ഛൻ്റെ ശബ്ദത്തിൽ അദ്ദേഹം സൂയിസൈഡ് പോലത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ സംസാരിക്കുക, ഒച്ച മാറ്റി സംസാരിക്കുക, ഒരു ട്രാൻസ് സ്റ്റേജിലേക്കൊക്കെ പോയിട്ട് പെരുമാറുകയൊക്കെ ചെയ്യും. അച്ഛനായിരുന്നു അച്ഛൻ്റെ പ്രേതത്തിൻ്റെ വിഷയത്തിലാണ് ഈ പുള്ളിക്കാർ സംസാരിച്ചത്. ആ പുള്ളിയുടെ സൗണ്ടിലാണ് സംസാരിച്ചത്. അപ്പോൾ ഒരു ട്രാൻസ് സ്റ്റേജിലേക്കൊക്കെ പോയി സൗണ്ടൊക്കെ ഭയങ്കര ഗാംഭീര്യത്തിൽ വന്ന് സംസാരിക്കും. അപ്പോൾ എന്താണ് ഈ പ്രേതം എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഫസ്റ്റ്. അപ്പം അതാദ്യം മനസ്സിലാക്കിയതിന് ശേഷം എന്തുകൊണ്ട് ഇത് ആവാഹിച്ചിട്ട് പോകുന്നില്ല. ഇപ്പോൾ ചില തറവാടുകളിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ, ഒരുപാട് തവണ പ്രേത വേർപാട് ചെയ്യും. ഈ വെള്ളി പ്രതിമയിലേക്കൊക്കെ ആവാഹിച്ചിട്ട് നമ്മൾ ഓരോ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക, എന്നിട്ട് വീണ്ടും നോക്കുമ്പോൾ വീണ്ടും പ്രേത ദുരിതങ്ങളെ കാണാൻ തുടങ്ങും, വീണ്ടും പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത് എന്താണ് പ്രേതം എന്നുള്ളത് ആദ്യം പറയാം. പ്രേതം എന്ന് പറയുമ്പോൾ പൊതുവേ ആൾക്കാരുടെ ധാരണ നമ്മളിങ്ങനെ സാരിയെ കൊടുത്തിട്ടല്ലേ, അങ്ങനെയൊക്കെ വരുന്ന സംശയമൊക്കെ നീട്ടി രാത്രി മാത്രം ഇറങ്ങുന്ന ചില ആൾക്കാരായിട്ടൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പം ഈ പ്രേതം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ 5 പ്രാണനും അതിൻ്റെ ഉപപ്രാണനെയും കുറിച്ച് പറയുന്നുണ്ട്. അതായത് വായുവിൻ്റെ സഞ്ചാരത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഇപ്പോൾ പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ. അപ്പോൾ ഈ പ്രാണോ നാമ ഊർധ്വഗമനവാൻ നാസാഗ്രസ്ഥാനവർത്തി എന്ന് പറയും. അതായത് ഇങ്ങനെ എടുക്കുന്ന ശ്വാസത്തിനെയാണ് പ്രാണൻ എന്ന് പറയുന്നത്. ഇങ്ങനെ വിടുന്ന പുറത്തേക്ക് പോകുന്നതിന് അപാനൻ എന്ന് പറയുന്നു. ഇങ്ങനെ വ്യാനൻ, ഉദാനൻ, ഇങ്ങനെ 5 തരത്തിലുള്ള പ്രാണൻ. ഇതിന് ഉപപ്രാണന്മാരായിട്ട് നാഗ, കൂർമ്മ, കൃകല, ദേവദത്ത, ധനഞ്ജയ, ഇങ്ങനെ 10 ദശമഹാപ്രാണനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിൽ ഈ അവസാനം വരുന്ന ധനഞ്ജയൻ എന്ന് പറയുന്ന പ്രാണൻ നമ്മുടെ തോട്ട് വേവ്സ് ആണ്, ഇമോഷൻസ് എന്നൊക്കെ പറയാം. അപ്പോൾ ഒരാൾ മരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദുർമരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവരുടെ ഇമോഷണൽ ഇത് ഭയങ്കര കൂടുതലായിരിക്കും. ഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങളോട് കൂടിയിരിക്കുന്ന ആൾക്കാരായിരിക്കും, ഭയങ്കര പ്രശ്നങ്ങളായിട്ടിരിക്കുന്ന വിഷമങ്ങൾ. അപ്പോൾ ആ ഒരു ഇമോഷണൽ വേവ് അവിടെ നിലനിൽക്കും. ഇതാണ് നമ്മുടെ ഓർമ്മകളിൽ നിൽക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് ഇപ്പം ഒരാൾ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെങ്കിൽ അവർ ആ സമയത്തുള്ള ആ വിഷമങ്ങൾ മുഴുവൻ ആ വീട്ടിൽ തളം കെട്ടിക്കിടക്കും. ഇത് 41 ദിവസം കൊണ്ടാണ് ഈ ധനഞ്ജയൻ നമ്മുടെ ആ ഒരു ഏരിയ വിട്ട് പോവുക എന്നാണ് പറയുക. അതാണ് നമ്മൾ മരണം കഴിഞ്ഞ് 41 ദിവസമൊക്കെ ആചരിക്കില്ലേ, 41 ദിവസം കഴിഞ്ഞ് 41ൻ്റെ അന്ന് ചില ക്രിയകളൊക്കെ ചെയ്യും. അന്നാണ് ശരിക്കും ഈ ഇമോഷണൽ വേവ് പോവുക. കുറച്ചുകൂടി നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ നിന്ന് ആ വ്യക്തിക്കൊരു വിടുതലുണ്ടാവുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതായത് നമ്മൾ അദ്ദേഹത്തെ മറന്നു തുടങ്ങുന്ന ഒരു സമയമാണ് ഈ പറയുന്ന 41 days. അതായത് ഇമോഷണൽ കണക്ഷൻസ് പതുക്കെ ഇല്ലാതാവുന്ന ഒരു സമയം. ഇതാണ് സത്യത്തിൽ പ്രേതം എന്ന് പറയുന്നത്. പക്ഷേ അതിനകത്ത് എൻ്റെ സംശയമാണ്, ചില വീടുകളിൽ ദുർമരണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ
വീട് തന്നെ നശിപ്പിച്ചു പോകുന്ന പോലെ കാണാം. അതെന്തുകൊണ്ടായിരിക്കാം? അപ്പോൾ അത് അത്രയ്ക്കും ഇമോഷണലി നടക്കാത്ത എന്തെങ്കിലും ഒരു ആഗ്രഹങ്ങളോട് കൂടി മരിച്ച ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരുടെയൊക്കെ ഈ ഇത് കുറച്ചുകൂടി ശക്തമായിരിക്കും. അതായത് ഈ പറയുന്ന ഒരു വേവ്, തോട്ട് വേവ് എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ ഇമോഷണൽ വേവ് എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി പവർഫുള്ളായിരിക്കും. അപ്പോൾ ഇതെന്തെന്ന് വെച്ചാൽ അതേ വീട്ടിൽ തന്നെയുള്ള ആൾക്കാരിൽ ഇതുമായിട്ട് കൂടുതൽ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇമോഷണലി വീക്കായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ആ ഏരിയയിൽ ഇതുമായി കണക്റ്റ് ആവുന്ന ചില വൈബ്രേഷൻസ് ഉണ്ടാവും. അതുമായിട്ട് ഇത് പെട്ടെന്ന് വർക്കൗട്ട് ആവും. വർക്കൗട്ട് ആയിക്കഴിഞ്ഞാൽ ഇവർ ഈ പറഞ്ഞ ഡ്യുവൽ പേഴ്സണാലിറ്റി പോലെയൊക്കെ പെരുമാറാൻ തുടങ്ങും. അതായത് ഈ പുള്ളിയെ പോലെ തന്നെ അദ്ദേഹം പെരുമാറുക. ഇനി ഇവരുടെ ഇത് പ്രേതം ബാധിക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇളകി പറയുക, അല്ലെങ്കിൽ തുള്ളി പറയുക, പഴയ ആൾക്കാരെ പോലെ സംസാരിക്കുക, ഇങ്ങനെ മാത്രമല്ല ഈ ബാധാദുരിതം വരിക. നമ്മളെ ചിന്തകളെ വീക്കാക്കുന്ന രീതിയിലാവും. ചില ആൾക്കാർ ഭയങ്കര മന്ദ സ്വഭാവത്തിലിരിക്കും, അവർക്ക് എന്ത് ചെയ്താലും അബദ്ധമായി പോവും. ഇങ്ങനെയും ഒക്കെ ഇത് ബാധിക്കാം. അതായത് ഈ ഒരു ഇമോഷണൽ ട്രോമ പോലെ ഇതിങ്ങനെ നമ്മളെ വന്ന് എഫക്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ രീതിക്കെല്ലാം, അതായത് വളരെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് പിന്നെ ഒന്നും പഠിക്കാൻ പറ്റാത്ത അവസ്ഥ, ഭയങ്കര ആരോഗ്യപരമായിട്ട് കാര്യങ്ങൾ ചെയ്ത് നടന്നിരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഭയങ്കര തളർച്ച, ക്ഷീണം, ഫുൾ ടൈം കിടന്നുറങ്ങുക ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ പോവുക. ഇതെല്ലാം അവർക്കുണ്ടായ ഒരു വിഷമാവസ്ഥ നമ്മളെ സ്വാധീനിക്കുന്നതാണ്. ഈ രീതിയിലെല്ലാം പ്രേതബാധ ദുരിതങ്ങൾ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ രീതിയിലൊക്കെ എഫക്റ്റ് ചെയ്യുന്നതിനെ നോക്കിയിട്ടാണ് നമ്മളിതിനെ ആവാഹിച്ചെടുക്കുന്നതല്ലോ. അപ്പോൾ ആവാഹിച്ചെടുക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കി ഓരോരുത്തരുടെ പേര്, മരിച്ച ആൾക്കാരുടെ പേര്, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ആവാഹിക്കും. ഇങ്ങനെ ആവാഹിച്ച് കഴിഞ്ഞ് വീണ്ടും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും കാണാം. അപ്പോൾ ഒന്ന്, നമ്മുടെ കുലദേവതാ സങ്കേതങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഈ പിതൃദോഷമായിട്ട് ഇതിനെ കാണും, പ്രേത ദുരിതമായിട്ട് കാണും. കാരണം നമ്മുടെ പ്രപിതാമഹന്മാരുടെ പ്രാണനാണ് ഈ ദേവതയിലിരിക്കുന്നത് അല്ലേ. ആ പ്രാണൻ തന്നെയാണ് നമ്മുടെ ഉള്ളിലും. അതായത് അച്ഛനും അമ്മയും ചേർന്നാണ് കുട്ടി ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഈ കുലദേവതാ പൂജാവിധാനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മാതൃപാത്രം, പിതൃപാത്രം എന്ന് പറഞ്ഞിട്ട് 2 പാത്രങ്ങൾ സ്ഥാപിക്കും. ഇതൊന്ന് മാതൃകുലത്തിന് വേണ്ടിയിട്ടും പിതൃകുലത്തിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനകത്തുള്ള ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം. മാതൃകുലവും പിതൃകുലവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അവിടെയുള്ള ഈ ദേവതയും ഈ പിതൃക്കളും സത്യത്തിൽ ഒന്നാണ് അല്ലേ. ഇവരുടെ എല്ലാവരുടെയും ചൈതന്യം ഒന്നാണ്. ആ ദേവതാവിധാനം തന്നെ നശിച്ചു കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രേതദുരിതം കാണും, പിതൃദോഷങ്ങൾ കാണും, സ്ത്രീശാപ വിഷയം, അത് ഭഗവതി വിധാനത്തിലുള്ള ക്രമങ്ങളാണെന്നുണ്ടെങ്കിൽ അത് സ്ത്രീശാപമായിട്ട് കാണാം. അപ്പോൾ ഇത് നമ്മൾ കാണുന്ന പോലെ കേവലം ഒരു പ്രേത വിഷയങ്ങൾ മാത്രമായിരിക്കില്ല. ഈ കുലദേവത തന്നെ പ്രേതാവസ്ഥയിലേക്ക് ഇരിക്കുക എന്ന് പറയും. അതായത് ദേവി പ്രേതമായി എന്നല്ല അതിൻ്റെ അർത്ഥം. ഈ കാര്യങ്ങളൊന്നും ഇല്ലാതായിരിക്കുന്ന ഒരവസ്ഥയിൽ ഈ പ്രാണനുള്ളിലെല്ലാം ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതായത് നമ്മളിപ്പോൾ ജനറ്റിക്കലി പറയുകയാണെങ്കിൽ അച്ഛൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് വരിക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. ജനറ്റിക്കലി ഇതേപോലെ തന്നെ ഈ ദുരിതാവസ്ഥകളും ട്രാൻസ്ഫോമായി വരും. അപ്പം കുലദേവതാ വിധാനം നശിച്ചാണ് ഇരിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രേത വിഷയം എത്ര ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും പിതൃദോഷം കാണാൻ പറ്റും. ഇപ്പോൾ കുലദേവതയും ആ ഒരു പ്രേതഭാവത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത് ചില ആൾക്കാർ പറയില്ലേ, കുലദേവത തന്നെ പ്രേതഭാവത്തിൽ ഇരിക്കുക എന്നൊക്കെ പ്രശ്നം വയ്ക്കുമ്പോൾ കാണാറുണ്ട്. ശത്രുസ്ഥാനത്താണ് കുലദേവത ഇരിക്കുന്നത്. അപ്പോൾ കുലത്തിലുള്ള പ്രശ്നമാണ് ശരിക്കും ഇത്. കുലത്തിൽ പൂർവികമായിട്ടുള്ള ആചരണക്രമത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ പറ്റി ആ ദേവത തന്നെ മുടിഞ്ഞ് നാറാണക്കല്ല് വറച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മരിച്ച പിതാമഹന്മാരുടെ എല്ലാവരുടെ പ്രാണനും ഇതുമായിട്ട് കണക്റ്റഡാണ് അല്ലേ. അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് എത്ര നമ്മൾ ആവാഹിക്കുന്നതും മാറ്റുന്നതും ശരിക്കും ഈ പറയുന്ന വ്യക്തികളുടെ പ്രാണൻ എന്നുള്ളൊരു സങ്കല്പത്തിലാണ്. പക്ഷേ ഈ ദേവതയുടെ പ്രാണൻ അവിടെ ബുദ്ധിമുട്ടിലിരിക്കും തോറും എത്ര വേർപാടുകൾ ചെയ്താലും, അതാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ മുമ്പൊക്കെ പറഞ്ഞല്ലോ, ഈ തറവാടുകളിലൊക്കെ പ്രേതവേർപാട് ചെയ്ത് ആൾക്കാർ മുടിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. കാരണം എത്ര ചെയ്താലും വീണ്ടും പ്രേതദുരിതം കാണും. അതിന് അടിസ്ഥാന കാരണം ഇതാണ്. അപ്പോൾ ഈ ബാധാവിഷയം മാറാതിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ ഈ ഇമോഷണൽ വേവ് അത് ബാധിച്ചിരിക്കുന്ന വ്യക്തിയെ നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട്. ആൾക്കാർ കാണുന്നത് എപ്പോഴും ഈ ഉപദ്രവകരമായിട്ടുള്ളൊരു നമ്മൾ അധികം പ്രേതം നമ്മൾ പരിചയപ്പെട്ട സിനിമയിൽ കൂടിയും TV കൂടിയൊക്കെയാണല്ലോ. അപ്പോൾ ഒന്നുകിൽ ഭയങ്കര അട്ടഹസിച്ച് ഒച്ച ഉണ്ടാക്കുന്ന ആൾക്കാർ, ഉപദ്രവിക്കുന്ന ആൾക്കാർ, അങ്ങനെയും ഉണ്ടാവാറുണ്ട്. അങ്ങനെ തലത്തിലും ആൾക്കാർ പെരുമാറാറുണ്ട്. ഇപ്പം ചില സ്ഥലത്ത്, ഇപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ഇതേപോലെ വേർപാട് പോലത്തെ ഒരു കാര്യത്തിന് പോയ സമയത്ത് അവിടെ ഒരു ചെറിയ കുട്ടിയാണ്. ആ കുട്ടിക്ക് സർപ്പബാധ വിഷയം പോലത്തെ ഒരു ബുദ്ധിമുട്ട് വന്നു. ഭയങ്കര ശ്വാസം മുട്ടലും ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഈ കുട്ടിക്ക്. ഇങ്ങനെ വന്ന് ഈ കുട്ടി എന്ത് പരിഹാരമാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഈ കുട്ടി നമുക്ക് പറഞ്ഞു തന്നു. അത് നമുക്ക് വിശ്വസനീയമായി എടുക്കാമല്ലോ. ഇന്ന മന്ത്രം കൊണ്ട് ഇന്ന രീതിയിൽ ചെയ്യണം എന്നുള്ള രീതിക്ക് ആ കുട്ടി സംസാരിക്കുക. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് ജെനുവിനിറ്റി എടുക്കാം. ഇതേപോലെ തന്നെ കള്ളമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അതുപോലെ ഞാൻ തമിഴ്നാട്ടിൽ ഒരു സ്ഥലത്ത് പോയ സമയത്ത് അവിടെ ഒരു സ്ത്രീയാണ്, അദ്ദേഹം കുറച്ച് പ്രായം ചെന്നൊരു സ്ത്രീയാണ്. അദ്ദേഹം ഇതേപോലെ തുള്ളി വന്നിട്ട് പുള്ളിക്കാരത്തി പറഞ്ഞു, ഞാൻ വനദുർഗയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ പുള്ളിക്കാരത്തോട് ചോദിച്ചു, വനദുർഗയുടെ മന്ത്രം ഒന്ന് പറഞ്ഞു തരുമോ? ഒറിജിനൽ വനദുർഗയാണെങ്കിൽ മന്ത്രം അറിയണ്ടേ.
അപ്പം എന്നോട് എൻ്റെ പേര് ചോദിച്ചാൽ എനിക്കറിയാലോ. അതെ. അപ്പോൾ അത് പുള്ളിക്കാരത്തേക്ക് അറിയില്ല. അപ്പോൾ അത് കുറേ ഉടായ്പൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് പോകാൻ നേരമായെന്നും പറഞ്ഞിട്ട് ബോധം കെട്ട് വീണു. അപ്പോൾ ഇതേപോലെ അത് ചില ആൾക്കാർക്ക് ഈ മാനസികമായിട്ടുള്ള ഒരു അറ്റൻഷൻ സീക്കിംഗ് എന്നൊക്കെ പറയുമല്ലോ. ചില സ്ഥലത്ത് നമ്മളിങ്ങനെ തുള്ളി അത് പണ്ട് ഒരാൾ ഈ വെളിച്ചപ്പാടായിട്ട് തുള്ളുമ്പോൾ ഒരാൾ വന്നിട്ട് അയാളോട് ഞാൻ പോവുകയാണേ എന്ന് പറഞ്ഞപ്പോൾ ശരി പറയാൻ വേണ്ടാന്ന് പറഞ്ഞാൽ വെളിച്ചപ്പാട്. അതേപോലെ അങ്ങനെയൊക്കെയുള്ള ചില കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ചില ആൾക്കാർ ബോധപൂർവം ചെയ്യുന്ന വ്യക്തികളുമുണ്ട്, ബോധപൂർവം അല്ലാതെ ചെയ്യുന്ന ജെനുവിനായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അല്ലാതെയുണ്ട്. നമ്മൾ തമാശ രൂപേണ ഇങ്ങനെ പറയുവാണെങ്കിലും ചില ആളുകളെ കുറിച്ച് പറയുന്നത്, പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് എന്തൊക്കെയോ ഇതിനകത്തില്ലേ? അല്ല, അപ്പുറത്തേക്കുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ജെനുവിൻലി അതാ ഞാൻ പറഞ്ഞു വന്നത്. ജെനുവിൻലി ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ട് പ്രശ്നങ്ങളായിട്ട് തുള്ളുന്ന ആൾക്കാരും വൈബ്രേഷൻ ആവുന്ന ആൾക്കാരും ഉണ്ട്. വെറുതെ ആക്ഷൻ കാണിക്കുന്ന ആൾക്കാരും ഉണ്ട്. മനസ്സിലായോ? ഇത് രണ്ടും നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അങ്ങനെ അങ്ങ് ആവാഹനത്തിന് പോയി അങ്ങ് ഭയപ്പെടുത്തിയ രീതിയിൽ അങ്ങനെ എന്തെങ്കിലും അനുഭവം? ഭയപ്പെടുത്തുന്ന രീതിയിൽ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഭയമുള്ളവർക്ക് ഒരിക്കലും എന്തായിരുന്നു? അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ല ആ കുട്ടിയുടെ കാര്യം. അതായത് നമ്മൾ തന്ത്രശാസ്ത്രത്തിൽ പറയുന്ന ക്രമങ്ങൾ, അതിന് ഇത്ര ആവർത്തി ഹോമം, അത് ചെറിയ കുട്ടിയാണ്, ഒരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിയാണ്, അതിന് തന്ത്രശാസ്ത്രമൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ആ കുട്ടി കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞു തരികയാണ്, ഇത്ര ആവർത്തി ഇന്ന മന്ത്രം കൊണ്ട് ഹോമം ചെയ്യണം. ആ കുട്ടി പറഞ്ഞു തരികയാണ്. അപ്പം എന്തായിരുന്നു കുട്ടിക്ക് പറ്റിയെന്ന് വെച്ചപ്പം പൂർവികമായിട്ട് അവരുടെ ഒരു നാഗസങ്കേതത്തിലുള്ളൊരു സ്ഥലം ഈ കുട്ടിയുടെ മുത്തച്ഛൻ ആരോ തല്ലിപ്പൊട്ടിക്കുകയോ എന്തൊക്കെയോ ചെയ്തു. അതിൻ്റെ ദുരിതമാണ്. ഈ കുട്ടിയുടെ പിറന്നാളിൻ്റെ ഒരാഴ്ച മുമ്പാണ് ഇങ്ങനെ വന്നത്. ഈ പിറന്നാളിന് ഇവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനാണ് ഞാൻ വന്നത് എന്നെല്ലാം പറഞ്ഞു. നമ്മളുമായിട്ട് വളരെ സഹകരിച്ചിട്ടുള്ള രീതിയിൽ ആ വിഷയങ്ങൾ സംസാരിച്ച് ഒഴിവായി പോവുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷേ ഇതേപോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ള അനുഭവങ്ങളും ഉണ്ട്. ഒഴിവായി പോകാത്ത എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? ഒഴിവായി പോകാത്ത അനുഭവങ്ങളില്ല. അതായത് ഇത് ഒഴിവാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ചില നീഡ്സ് ഉണ്ടാവും. അത് കറക്റ്റ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്. ഇപ്പം എന്തുകൊണ്ട് എന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾ സംസാരിച്ച് വന്നപ്പോഴാണ് ഈ ഇടയ്ക്ക് നമുക്ക് ഈ കാര്യത്തിലേക്കൊക്കെ ഡീവിയേറ്റ് ചെയ്ത് പോയത്. അതായത് ഇപ്പം ഈ പറഞ്ഞ പോലെ പ്രേതബാധ ബാധിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം അനലൈസ് ചെയ്യണം. ഇപ്പം ചില വ്യക്തികളിൽ ഈ ഉപദ്രവകരമായിട്ടുള്ള വ്യക്തികളിൽ മാത്രമല്ല ഇത് ബാധിച്ചിട്ടുണ്ടാവുക. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പലർക്കും പല സിംറ്റംസ് ആയിരിക്കും. ചില ആൾക്കാർക്ക് എന്നും വയറിന് പ്രശ്നമെന്ന് പറയുന്നതാണ്. എന്ത് കഴിച്ചാലും പ്രശ്നം. ഇവർക്ക് മനസ്സിന് യാതൊരു സമാധാനം ഉണ്ടാവില്ല. ഇവർ പറയും ഇവർക്ക് IBS ആണ്, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രം, അതിന് മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കും, എന്നിട്ടൊന്നും ശരിയാവില്ല. അപ്പം ഇങ്ങനത്തെ ഒരുപാട് ചിന്താഗതികളിൽ ഇവർ വർക്കൗട്ടാവും. അത് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ചിലവരൊന്നുമില്ല, വളരെ ആക്റ്റീവായി നടന്നവർ പെട്ടെന്ന് അങ്ങ് ഡള്ളാവും. ഒരു മൂടിയായിട്ടുള്ള അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കും, ഫുൾ ടൈം ഒന്നും ചെയ്യുക, നിഷ്ക്രിയനായിട്ടിരിക്കുക എന്നൊക്കെ പറയില്ല. അപ്പോൾ ഓരോരുത്തർക്ക് ഇത് ബാധിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കി കൃത്യമായി ഇതിന് പരിഹാരം ചെയ്യണം. അതായത് എന്ത് നീഡാണ് അവിടെ വേണ്ടതെന്ന് നോക്കണം. ഇപ്പോൾ ഈ ബാധാ ദുരിതത്തിൽ ഇപ്പോൾ ആ കുട്ടിക്ക് ചില ആവശ്യങ്ങളുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആ കുട്ടിക്ക് വേണ്ടിയിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ആ സർപ്പവിധാന സങ്കേതങ്ങൾക്ക് വന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ, പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. വേറെ കാവ് കെട്ടിക്കൊടുക്കാനൊന്നും പറഞ്ഞില്ല. വളരെ സിമ്പിളായിട്ട് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ആ ഇമോഷൻസ്. അതാ ഞാൻ പറഞ്ഞു, ഈ ബാധ എന്ന് പറയുന്ന ഒരു ഇമോഷണൽ സാധനമാണ്. പക്ഷെ കുട്ടിയിലേക്ക് എങ്ങനെയായിരിക്കും ആ ഇമോഷൻ കൺവേർട്ട്? അതാ ഞാൻ പറഞ്ഞത്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരുടെ ഇമോഷണൽ വേവ് കണക്റ്റ് ആവുന്ന രീതിയിലാണ് ഇത് വർക്കൗട്ട് ആവുക. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇപ്പം നമ്മൾ പറഞ്ഞു, ഇപ്പം എനിക്ക് താങ്കളോട് തോന്നുന്ന ഒരു അപ്രോച്ച് ആയിരിക്കില്ല വേറൊരാൾക്ക് താങ്കളോട് തോന്നുക. അപ്പം നമ്മൾ തമ്മിലുള്ള ആ ഒരു വേവ് ഉണ്ടല്ലോ, ഒരു ഇമോഷണൽ കണക്ഷൻസ്, ഇത് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്നതും വെറുപ്പ് തോന്നുന്നതൊക്കെ. അതിൽ സംശയമൊന്നുമില്ലല്ലോ. ഇല്ല, നമുക്കിപ്പോൾ നമുക്കൊരാളെ കാണുമ്പോഴേക്കും നമുക്ക് അയാളോട് ഇഷ്ടം തോന്നുക, അല്ലെങ്കിൽ അയാളോട് ഒരു അട്രാക്ഷൻ തോന്നുന്നത്, നമുക്കൊരു കണക്ഷൻ. ചിലപ്പോൾ വേറൊരാൾക്ക് തീരെ അട്രാക്ഷൻ തോന്നിയെന്ന് വരില്ല. അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റായി നിൽക്കുന്നൊരു വേവ് ഉണ്ട്. ഇതിനനുസരിച്ചിട്ടാണ് ഈ ഇമോഷണൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരിക. അപ്പോൾ അങ്ങനെ കണക്റ്റായി വരുന്നതിൽ ജെനുവിനായിട്ട് ഇത്തരത്തിൽ നമുക്ക് കറക്റ്റായിട്ട് ഉത്തരം കിട്ടുന്ന, ഇപ്പോൾ ഒരാൾ വെറുതെ നമ്മളെടുത്ത് പ്രേതം കൂടി, അല്ലെങ്കിൽ എനിക്ക് പ്രേതബാധ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റണം. ഇത് ജെനുവിനാണോ, അതല്ലെങ്കിൽ പ്രേതം പോലെ അഭിനയിക്കുകയാണോ എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ ദുരിതമുള്ളതെന്ന് അഭിനയിക്കുകയാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായി നോക്കി മനസ്സിലാക്കി അനലൈസ് ചെയ്ത് ആ ദുരിതത്തിന്, അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ബാഗേജിന് എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ളത് കണ്ടെത്തി പരിഹാരം ചെയ്താൽ കൃത്യമായിട്ട് ബാധാദുരിതം പോകും. അത് പ്രേതബാധ മാത്രമല്ല, ഇപ്പോൾ ശത്രുബാധയിൽ ഏത് ബാധാ വിഷയങ്ങളായാലും അങ്ങനെ. ബാധകൾ തന്നെ ബാധിക്കുന്നത് ബാധയത അനേന ഇത് ബാധ എന്നൊക്കെയാണ് പറയുന്നത്. ബാധിക്കുന്നത് എന്താണോ അതാണ് ബാധ. അത് ദോഷമാവാം, എന്തും ആവാം.